നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഉത്രാടം ദിനാശംസകൾ. ഇന്ന് നമ്മൾ ഓണ വിഭവമായ ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറംഭാഗമൊക്കെ നന്നായിട്ട് ചെളിയൊക്കെ കളഞ്ഞ് കഴുകി എടുക്കുന്നുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് ചിരണ്ടി എടുക്കുകയാണ്. തൊലിയൊക്കെ ചിരണ്ടി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ശർക്കര എടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഗ്രേറ്ററിൽ ചിരണ്ടിയാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം, ഇതിൻ്റെ നീര് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വറുത്തെടുക്കാൻ വേണ്ടിയാണ് ഈ നീര് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് ഇഞ്ചി മാറ്റിയെടുക്കണം. എന്നിട്ട് ആ ഇഞ്ചിയാണ് നമ്മുടെ അടുത്ത് വറുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൊത്തിയരിഞ്ഞെടുക്കണമെന്നില്ല, അല്ലാതെ വട്ടത്തിൽ അരിഞ്ഞ് വറുത്തെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ ബോളിൻ്റെ വലുപ്പത്തിലുള്ള വാളംപുളിയാണ്. ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇഞ്ചി വറുത്തെടുക്കാം. ഇഞ്ചി വറുക്കാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്കൊന്ന് മിക്സിയിൽ ഒരു ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം, അതായിരിക്കും നല്ലത്. ഇനി വേറൊരു ചട്ടിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് പുളി പിഴിഞ്ഞെടുക്കണം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇഞ്ചി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ ഒറ്റ കറക്കിൽ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ പൊടിച്ചെടുത്ത ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. പാകമായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ച് ഇഞ്ചിക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് പച്ചമുളകൊക്കെ ഇടുന്നവരുണ്ട്. ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇഞ്ചിക്കറി. അപ്പോൾ ഇന്നത്തെ ഓണം സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ.